ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു മിനി വ്ളോഗായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പം ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാം താമസിച്ചാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ രണ്ടുപേരെയും ഒരുമിച്ച് കിടത്തിയിട്ടാണ് ഞാൻ അപ്പുറത്തോട്ട് പോയത്. ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും ചേട്ടനിരുന്ന് പടം വരയ്ക്കുക എന്നൊക്കെ പറയണം. പക്ഷെ പടം വരയൊന്നുമല്ല, കുത്തി വരയ്ക്കുകയാണ് ചെയ്യണത്. കുഞ്ഞുവാവയാണെങ്കിൽ ഫാൻ നോക്കിയിട്ട് വർത്താനം പറയണം. ഫാനാണ് ചേട്ടനും ഫാനുമാണ് ആളുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഫാൻ നോക്കിയിട്ട് ഏത് നേരവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനൊരു പൂ വരച്ച് തരാമോ എന്ന് ചോദിച്ചപ്പോൾ ആൾ വരയ്ക്കണം കേട്ടോ ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞപ്പം ആദ്യം ചിരിച്ചില്ല, പിന്നെ അങ്ങ് ചിരിച്ചു. ചിരിക്കാനൊക്കെ ഇച്ചിരി പാടാം, ഇച്ചിരി പിശുക്കാണ് ചിരിക്കാനൊക്കെ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്തോ ഒരു വീടാ വരയ്ക്കുന്നതെന്നാണ് പറഞ്ഞത്. അവർ റൂമിൽ തന്നെ ഇരുത്തിയിട്ട് ഞാൻ പിന്നെ ഹാള് വേഗം അടിക്കാമെന്ന് ഓർത്ത് വന്നു കേട്ടോ. അപ്പോഴാണ് നമ്മൾ ടി വിയിൽ നിറച്ച് പൊടിയാണ്. പിന്നെ ഒരു തുണിയൊക്കെ എടുത്തു വന്ന് തുടച്ചുകൊണ്ടിരുന്നപ്പം ഈ ബോക്സ് ഞാൻ ഈ ടേബിളിൽ വെച്ചേക്കുന്ന റിമോട്ട് വെക്കാൻ വേണ്ടിയിട്ടാട്ടോ. റിമോട്ട് ഇവിടെ ആരെങ്കിലുമൊക്കെ എടുക്കും, എല്ലാവർക്കും കയ്യിൽ തന്നെ വേണം, എടുക്കും എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും. അപ്പോൾ ഈ ബോക്സ് വെച്ചേക്കണേ റിമോട്ട് വയ്ക്കാൻ വേണ്ടി. പക്ഷേ റിമോട്ട് ഒഴികെ ബാക്കി എല്ലാ സാധനവും അതിനകത്തുണ്ടാവും. റിമോട്ട് പിന്നെ നമ്മൾ തപ്പി തന്നെ പോകണം. അത് കഴിഞ്ഞ് സ്റ്റാൻഡൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അടിച്ചു വരാൻ കേട്ടോ. അടിച്ചു വരുമ്പോഴും കാണാം ഈ മാതിരി പേപ്പർ കട്ടിങ്ങും ബോക്സ് പല പല സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഈ ചുട്ടൻ്റെ പരിപാടി. പിന്നെ പിള്ളേരെ ഇവിടെ നിന്ന് ഹാളിലോട്ട് മാറ്റിയിട്ട് പിന്നെ റൂം ബെഡ്ഷീറ്റ് വിരിക്കാനായിട്ട് വന്നത്. അപ്പം ഞാൻ എൻ്റെ റൂമിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ, മറ്റു റൂമിലേയും വിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു കട്ടിൽ റെഡിയാക്കി, അത് കഴിഞ്ഞ് അടുത്ത കട്ടിൽ റെഡിയാക്കി, അങ്ങനെ റൂം ക്ലീൻ ആക്കി കേട്ടോ. ഹാളിൽ വന്ന് നോക്കിയപ്പോൾ ഡൈനിങ് ടേബിൾ അപ്പടി നിരന്ന് കിടക്കുക. പച്ചക്കറിയും പഴവും അങ്ങനെ പലതും അതിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മാറ്റി ഡൈനിങ് ടേബിളൊക്കെ തൂത്ത് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. ഒത്തിരി നേരമൊന്നും അങ്ങനെ കിടക്കില്ല എന്നാലും. അത് കഴിഞ്ഞ് അടുക്കളയിലോട്ട് വന്ന് ഇന്ന് അടുപ്പ് കത്തിച്ച് കറി അടുപ്പത്ത് വെക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അടുപ്പ് കത്തിച്ച് തീയൊക്കെ ഒന്ന് ഇതാക്കി വെക്കുവാണ്. തീ കത്തിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പച്ചക്കറികളും കൂടെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഓരോ പൊതി അഴിച്ച് പച്ചക്കറിയൊക്കെ എടുത്ത് ട്രെയിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഇവിടെ ഇറച്ചി മേടിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അത് കഴുകി, അമ്മ ഇറച്ചി കഴുകുന്ന നേരത്തിന് ഞാനെന്നാ സവോള വെളുത്തുള്ളി അതൊക്കെ ഞാൻ നന്നാക്കാമെന്ന് കരുതി. അതൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് ഞാൻ നന്നാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകി എടുത്തിട്ട് സവോള അരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം നമ്മൾ ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമായിരുന്നു. പേസ്റ്റും ആക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. പിന്നെ തക്കാളി എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തില്ല എന്നുള്ളൂ. തക്കാളി നമ്മൾ ഒരെണ്ണം ഫുള്ളായിട്ട് എടുക്കും, അതും നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കും കേട്ടോ. അങ്ങനെ സവോളയൊക്കെ അരിഞ്ഞ് നമ്മൾ കുറച്ചധികം സവോള എടുത്തിട്ടുണ്ട്. നമ്മൾ റൈസിനോട് വേണ്ടിയിട്ടുള്ള സവോള എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അടുക്കളയിലേക്ക് കൊടുത്തിട്ട് ഞാൻ പിന്നെ തുടയ്ക്കാനാട്ടോ ഇറങ്ങിയത്. വീടെല്ലാം തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുളിക്കാനാട്ടോ പോയത്. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം തിളയ്ക്കുന്നുണ്ടായിരുന്നു, നല്ല കുറുകി വന്നിട്ടുണ്ടായിരുന്നു. അടുപ്പത്ത് വെച്ചുകൊണ്ട് തന്നെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കറി അവിടെ വെച്ച് വാങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ റൈസിന് പ്രിപ്പറേഷൻ ആട്ടോ. അപ്പോൾ റൈസ് നമ്മൾ സ്റ്റൗവിൽ വെച്ച് അടുപ്പത്ത് വെച്ചില്ല. അങ്ങനെ അമ്മ റൈസ് റെഡിയാക്കി കഴിഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് ഇറച്ചി വറുക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങക്കൊത്തൊക്കെ ഇട്ടിട്ട് ഇറച്ചി കുറച്ചിട്ട് വറുക്കുകയും ചെയ്തു. അപ്പം ആ ഒരു സമയം അത് റെഡിയാകാനുള്ള സമയം കൊണ്ട് എനിക്ക് കുറച്ച് തുണികൾ അലക്കിയത് വിരിക്കാനുള്ളതുകൊണ്ട് ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിക്കാൻ വേണ്ടിയിട്ടേക്ക് ഇറങ്ങി. ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തുണിയൊക്കെ വിരിച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ കഴിക്കാനിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഒരു മിനി വ്ളോഗ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. താങ്ക്